ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നിങ്ങൾക്ക് ഇന്നുള്ള ബ്ലെസ്സിങ്സ് എന്താണ്? ടു ഫാൺസിൻ്റെ എനർജിയാണ്. ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ ഒന്നുകിൽ ഒരു യാത്ര പോകുന്ന ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് പോയാൽ ശരിയാവോ? ഒരു യാത്ര കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു യാത്രയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഓഫർ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം എഴുതി പാസ്സായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഇനി പോകേണ്ടതുണ്ടോ എന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ചില ആൾക്കാർ ഇതിൽ ഒരു ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച്. അത് ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കാം. ശരിക്കും അത് വേണോ, ഇനി അങ്ങനെ ചെയ്യണോ, ഇതിൽ തന്നെ നിൽക്കണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഫാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തീരുമാനം എടുക്കുക. ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ആദ്യം കിട്ടിയത്. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് തീരുമാനം എടുക്കുക. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇവിടെ ഒരു ഡ്രാഗൺ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഡ്രാഗൺ എന്ന് വെച്ചാൽ ശരിക്കും പ്രൊട്ടക്ഷൻ്റെ ഒരു എനർജിയാണ്. നമ്മൾ ഹീലിങ്ങിനൊക്കെ ഡ്രാഗണിനെ ഇൻവോക്ക് ചെയ്തിട്ടാണ് ഹീലിംഗ് ചെയ്യുന്നത്. ഡ്രാഗൺ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡ്രാഗൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളെ ബാധിക്കുന്നൊരു കാര്യമാണ്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആകാം, ചിലപ്പോൾ കരിയർ ആകാം. എന്ത് തന്നെ ആയാലും അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു കാര്യമാണത്. അപ്പം അത് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. പക്ഷേ നിങ്ങൾ തീരുമാനമെടുക്കാൻ ഇനി വൈകിക്കണ്ട എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പം ഈ എടുക്കുന്ന തീരുമാനം കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും നിങ്ങളത് എന്ത് ചെയ്താലും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പം പെട്ടെന്ന് ചിലപ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ ചിലപ്പോൾ അവർ പുറത്ത് പറയണമെന്നില്ല. പക്ഷേ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതിൽ പതിയെ നിങ്ങളോട് ആർക്കെങ്കിലും ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ നിങ്ങളെ എതിർത്തിരിക്കുന്ന ആൾക്കാർ പോലും പതിയെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം ഇനി മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ, അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ തൽക്കാലം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാണുന്നത്. ഇതിലും ടു ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ജഗ്ലിംഗ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇന്ന് ഇത് കാണുന്ന കൂടുതൽ ആൾക്കാരും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് എന്നാണ് കാണുന്നത്. തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ, രണ്ട് സിറ്റുവേഷനിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒളിച്ചോടാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മളത് പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വീണ്ടും അത് ആ ഒരു എനർജിയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഏതാണ് നല്ലതെന്ന് അറിഞ്ഞുകൂടാ.
ഏതിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടെ, അങ്ങനത്തെ ഒരു എനർജിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്കൊരു ഗൈഡൻസിന്റെ ആവശ്യം. അത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഹൃദയത്തോട് ചോദിക്കുക. നമ്മളുടെ ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ തന്നെ ചോദിച്ചാൽ മതി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. കുറേ തവണ നമ്മൾ ചോദിച്ചു കഴിയുമ്പം ഹൃദയം തന്നെ പറഞ്ഞു തരും ഇന്നൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു പുറത്തുള്ള ഒരു ഗൈഡൻസ് സ്വീകരിക്കുന്നതും നല്ലതാണ്. 3 of Wandsന്റെ എനർജിയാണ്. അപ്പോൾ ഇതും ഒരു എന്താണ്, ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് നിങ്ങൾ എനർജി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് കേട്ടോ. അവരാണ് ഈ ഓവർ തിങ്ക് ചെയ്യണത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് മാജിക്കുകളുണ്ട്, ഒരുപാട് വിദ്യകളുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു മാന്ത്രിക വടിയുണ്ട്, പിന്നെ ആ വടിയിലൂടെ കുറേ എനർജി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിച്ചു അത് ഇപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കും. പിന്നെ നമ്മൾ ആലോചിച്ചിരുന്ന ആ ഒരു കാര്യം നടക്കൂല. ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മാജിക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു യാത്ര വേണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ട് പോകണോ പോണ്ടയോ, അതെ എപ്പോൾ പോകണം എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ എനർജിയെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഒരു മാജിക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ സ്വന്തം കാര്യത്തിൽ ഈ മാജിക്ക് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. നമുക്ക് മാജിക്ക്, മറ്റുള്ളവർക്ക് മാജിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മജീഷ്യനാകുന്നത് നമുക്കും കൂടെ ഒരു മാജിക്ക് നമ്മളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മജീഷ്യന്റെ പവർ വരുന്നത്. അപ്പൊ ഇതിൽ മറ്റുള്ളവർക്ക് മാജിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും സ്വന്തം കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മാജിക്ക്, നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് കൂടി നിങ്ങളൊന്ന് പാസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് പ്രാണായാമയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളോട് ചോദിച്ചാൽ ആ എനർജി നിങ്ങളിലേക്ക് വരും. അപ്പം അത് നിങ്ങളുടെ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതിലൊരു കുറേ ആൾക്കാർക്ക് ഒരു ഭയത്തിന്റെ എനർജിയാണ്, കുറച്ച് പേടിയാണ്. ഒരു പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ചും ഇത് പൈസ സംബന്ധമായ എന്തോ ഒരു കാര്യം മറ്റുള്ളവർ പറഞ്ഞു പറ്റിച്ച് പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ പൈസ നഷ്ടപ്പെട്ടൊരു മാളത്തിൽ ഇരിക്കും പോലത്തെ അങ്ങനത്തെ ഒരു എനർജിയുള്ള ആൾക്കാർ മറ്റുള്ളവരെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെ നമ്മളുടെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകേട് കൊണ്ട് പൈസ നഷ്ടപ്പെട്ടു പോയി. അപ്പം അത് മറ്റുള്ളവരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ സ്വയം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ഒളിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. അത് നഷ്ടപ്പെട്ട കാര്യം ഇനി എനിക്ക് കിട്ടൂല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള മാജിക് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ഈവൻ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചത്, നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്നത് കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങളിപ്പം മാറി നിന്ന സ്വപ്നമായിട്ട് മാത്രം കാണുന്നു. നിങ്ങൾക്കത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു അവസ്ഥയൊക്കെ മറികടക്കാൻ പറ്റുന്ന എനർജി നിങ്ങളുടെ കയ്യിലുണ്ട്, കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്, പോസിറ്റിവിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് കണ്ടെത്തി നിങ്ങളൊന്ന് പ്രയോഗിക്കണം. നമ്മളുടെ ലൈഫിലേക്ക് അത് നമ്മൾ അട്രാക്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത്. 7 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. കുറേ ആൾക്കാർ ഒരുമിച്ച് നിന്ന് പൊരുതി നിങ്ങളെ ഒറ്റയ്ക്കാക്കി തോൽപ്പിച്ച് കളഞ്ഞ ഒരു എനർജി. അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്ട്രഗിളിങ് ഫേസിലായിരിക്കണം. കുറേ ആൾക്കാർ ഒരുമിച്ചുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാണ്.
അപ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, അവഗണന ഉണ്ട്. ചിലപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, നിങ്ങളെ പറ്റിക്കണം, നിങ്ങളെ തോൽപ്പിക്കണം എന്നൊക്കെ ശരിക്കും പ്രതിജ്ഞ എടുത്ത കുറേ ആൾക്കാർ. അത് നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടെത്തുന്ന ആൾക്കാർ. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ അവസ്ഥ ആരോടും പറയാൻ പറ്റുന്നില്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ ഇത് കണ്ടല്ലോ, ഒരു ക്യാറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് വളരെ വിശ്വസ്തരായ ആരൊക്കെയോ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും. നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഉണ്ട്, ഒരു ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്യാറ്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മളുടെ ഏഞ്ചൽസ് ആണ് അത്. ക്യാറ്റ്സ് ഉള്ളിടത്ത് ഏഞ്ചൽസ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളെ ഇങ്ങനെ തൊടാൻ പറ്റൂല, നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസ്റ്റൻസ് ഇട്ടേ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളെ പൂർണ്ണമായും തോൽപ്പിച്ച് കളയാൻ അവർക്ക് പറ്റൂല. അപ്പോൾ ഒന്നിലധികം സാഹചര്യങ്ങളിലൂടെ, അതായത് പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു കാര്യമൊക്കെ ഇത്രയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരൊക്കെയും അത് നിങ്ങളുടെ കാർമികമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങളറിയാതെ അല്ലെങ്കിൽ അവരറിയാതെ തന്നെ അവർ നിങ്ങളിൽ നിന്ന് പോകും. കാരണം അവർക്ക് വേറെ വേറെ കുറേ ഇഷ്യൂസ് വരുമ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങളിൽ നിന്നും പോകും അവർ. അത് ആ ഒരു ടൈം പീരീഡ് വരെ മാത്രമേ അവർ നിങ്ങളിൽ കാണുള്ളൂ, അവർ നിങ്ങളുടെ കൂടെ കാണുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആൾക്കാർ, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും, നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വണ്ണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കി ദൈവം അവരെ മാറ്റിക്കളയും കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ ഒന്നും പോണ്ട, നമ്മളത് ദൈവത്തിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായാൽ പോലും അതും പറയുക. ഇത് നമ്മൾ മനഃപൂർവ്വമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഡിവൈന് സറണ്ടർ ചെയ്ത് കൊടുക്കുക, ഫോർഗീവ്നെസ് ചോദിക്കുക, നമ്മളോട് ക്ഷമിക്കണം. ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾ ഈ ഒരു സമയം, ഇത് കാണുന്ന കുറേ ആൾക്കാർ ഈ ഒരു സമയം വളരെ ഹാർട്ട് ബ്രേക്കിലൂടെ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ശരിക്കും ഹൃദയത്തിൽ ഈ ഒരു ഹൃദയം എടുത്ത് പുറത്ത് വെച്ച് 3 വാളിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആൾറെഡി പോയി എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന് മാക്സിമം കുറേ ആൾക്കാർ വന്ന് ചീറ്റ് ചെയ്തു, പറ്റിച്ചു, നമുക്ക് മാറിപ്പോകാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു ട്രാപ്പിലാക്കി നമ്മളെ കുറേ ബുദ്ധിമുട്ടിച്ച് ആ വേദനയിലിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കുറേ ആൾക്കാർ. ചിലപ്പോൾ കുറേ ആൾക്കാർക്കും ഇത് പാസ്റ്റ് എനർജി ആയിരിക്കും കേട്ടോ. പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ വളരെ വലിയ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം നിങ്ങളുടെ കാർമികമായിട്ടുള്ള ആൾക്കാരാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ എപ്പോഴൊക്കെയോ കർമ്മം കൊടുത്ത ആൾക്കാർ. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും ഇതൊക്കെ തുടങ്ങിയപ്പോൾ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ ക്ലെൻസിങ്ങിന്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ നമ്മളിലേക്ക് വരും. ഇവരെല്ലാം നമ്മളെ ചതിക്കുകയും പറ്റുകയും ചെയ്യും. അവരുടെ കർമ്മം കഴിയുമ്പോൾ തിരിച്ചു പോകും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ വളരെ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന ഒരു ആൾക്കാരുടെ ഒരു എനർജിയാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഗൈഡൻസ് നിങ്ങൾ എത്രമാത്രം എടുക്കുന്നു എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ദൈവം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഇതൊക്കെ കടന്നു പോകും, ഈ ഒരു വഴിയിലൂടെ നടക്കുക, ഇത് ഇപ്പം അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു ഇത് മനസ്സിലാക്കി അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട്. ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയാൻ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ശത്രുതയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് പോകും. നിങ്ങളുടെ എനർജി ലെവലൊന്ന് വർദ്ധിപ്പിച്ച് അതൊന്ന് സ്പീഡാക്കിയാൽ മതി എന്നുള്ളതാണ്. ഇവരൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും. ഫിനാൻഷ്യൽ ഇഷ്യൂവിൽ ഇരിക്കുന്ന ആൾക്കാർ, നഷ്ടത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെയും മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതൊക്കെ നഷ്ടമൊക്കെ മാറി കുറച്ച് ഈ സ്ട്രഗിളിംഗ് ഒക്കെ കുറച്ചൊന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് സമയമൊന്നും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണ്ട, നിങ്ങൾക്കൊരു അബണ്ടൻസ് വരും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക.
6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ആയിട്ട്, കാരണം അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ടാണ് കേട്ടോ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ ട്രോമ എല്ലാം മാറും, നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ജീവിതത്തിൽ പുതിയ വ്യക്തികൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ആ ഒരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഈ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം, അല്ലാതെ പെട്ടെന്ന് ഒരാൾ വന്നു അപ്പം തന്നെ നമുക്കൊരു മാറ്റം വരണം എന്നല്ല. നമ്മളൊന്ന് ഒരു കുറച്ച് ദിവസം, ഒരു 41 days ഒക്കെ നമ്മളൊന്ന് നോക്കുക. ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഈ റിസൾട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അവരെ നമ്മളുടെ കൂടെ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. അത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി തീരുമാനിക്കുക. നമുക്ക് ഇതിലുള്ളൊരു കാർഡ് കൂടി നോക്കാം. ഹാർവസ്റ്റ് ആണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ദൃഢനിശ്ചയം, അതിനൊക്കെ ഒരു ഫലമുണ്ടായി എന്നുള്ളതാണ്. ഹാർവസ്റ്റ് ആണ്. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യാനുള്ളൊരു സമയമായി. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ആ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക്, ആ ഫ്രൂട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കർമ്മയൊക്കെ കുറേ റിലീസായിപ്പോയി. അപ്പം ആവശ്യമില്ലാതെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യരുത്. മാത്രമല്ല, ഈ കഷ്ടകാലമൊക്കെ മാറിപ്പോകുന്നു ഉറച്ച് വിശ്വസിക്കുക. കർമ്മഫലം അനുഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടിനും അതിനൊക്കെ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.